ഒരു 8-10 ആ റേഞ്ച് മൈലേജ് ഉണ്ടോ? ഇതൊന്നും മൈലേജ് നോക്കി എടുക്കുന്ന ഒരു വണ്ടിയല്ല. 12,000 ലോ കിലോമീറ്റർ ആണ്. 2 വർഷം കൊണ്ട് ഓണർഷിപ്പാണ്. അല്ല, മാനുവലിലൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 16-17 പക്കാ സ്ട്രേറ്റ് റോഡ് കിട്ടാൻ 16-17 എന്തായാലും മൈലേജ്. എനിക്ക് മറ്റേ 3ാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്ത് പോകണം. ഓക്കെ. ഏവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അനസിൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോ ചെയ്യാണ്. കോഴിക്കോട് ക്യാപ്സിൽ വെച്ചിട്ട്. ക്യാപ്സിൽ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മാങ്കാവ് തിരുവണ്ണൂരാണ്. കോഴിക്കോട് നിന്ന് മീഞ്ചന്തയ്ക്ക് പോകുന്ന റൂട്ടിൽ മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിൽ അല്ലേ? ഓക്കെ. അപ്പോൾ അനസേ, ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്? ഇന്ന് നമുക്ക് ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. ഹാച്ച് ബാക്കിലുണ്ട്, പിന്നെ SUV ടൈപ്പിലും ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഒരു സെഡാൻ ടൈപ്പിൽ മാനുവൽ വണ്ടിയുണ്ട്. എല്ലാം ഉണ്ട്. ഹാച്ച് ബാക്ക് ഉണ്ട്, സെഡാൻ ഉണ്ട്. ഉറക്കം തെളിഞ്ഞോ? ഇല്ല, ചെറുതായിട്ട്. ഇപ്പൊ 7 മണിക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് രാവിലെ. ഓക്കെ. ഉറക്കം തെളിഞ്ഞോ? ഓക്കെ. ഉറക്കം തെളിഞ്ഞു വരുന്നു. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. അപ്പോൾ അനസൻ ഇന്നലെ ജസ്റ്റ് ഒരു കഥ പറഞ്ഞു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അനസൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ ഒരു EV വാഹനം ചാർജിങ് തീർന്നപ്പോൾ അനസനെ സഹായിച്ചത് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അതാണ് ചങ്ക് സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ. വണ്ടിയായിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തി ഇറങ്ങി വന്നിട്ട് അനസല്ലേന്ന് ചോദിച്ചിട്ട് ചെയ്തു തന്നു. വലിയ സന്തോഷം. ഒരു താങ്ക്സ് പറഞ്ഞു ആള്. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും അതാണ് നമ്മുടെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോമ്പാക്ട് SUV മോഡൽ കൂടിയ വാഹനങ്ങളാണ് ഇന്നത്തെ കൂടുതൽ കാണുന്നത്. ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എങ്ങനെ ഡീറ്റെയിൽ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. അതേപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ദയവായിട്ടൊരു കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കും അറിയാൻ പറ്റും. ഓക്കെ. എല്ലാ കമൻറ്റും വായിച്ചിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേര കാസ് എന്നാണ് ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷൻ്റെ പേര്. അതിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ ഏത് വാഹനവും വിൽക്കാൻ സാധിക്കും. മാക്സിമം വിലയിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം MGയുടെ ഹെക്ടറാണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. പെട്രോൾ, ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഷാർപ്പാണ്. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. DCT അല്ലേ? ഗിയർ ബോക്സ് വരുന്നത്? DCT ഗിയർ ബോക്സ് വരാം. DCT. ഓക്കെ. DCT ആണ് ടോർക്ക് കൺവെർട്ടറാണ്? DCT വരാം. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് വണ്ടിക്ക്. 2019 ഷാർപ്പ്. ഇപ്പോൾ വാറണ്ടി ഈ വർഷം കഴിയും. 2024 ഏത് മാസം കഴിയാ അറിയോ? അതിൽ കാണുന്നില്ല. സെപ്റ്റംബർ അങ്ങനെ. ഓക്കെ. എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. 5 വർഷം കഴിഞ്ഞു. ഓക്കെ. പിന്നെ എഞ്ചിനും ബോക്സിനൊക്കെ ആയിട്ട് നമ്മളെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. നിങ്ങളുടെ വാറണ്ടി എന്തായാലും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഏറ്റവും ടോപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം. ഒരു 8-10 ആ റേഞ്ച് മൈലേജ് ഉണ്ടോ? ഇതൊന്നും മൈലേജ് നോക്കി എടുക്കുന്ന ഒരു വണ്ടിയല്ല. ഓക്കെ. അത്രയേ ഉള്ളൂ. അതിന്റെ കുറെ ഓപ്ഷൻ, കാരണം പാനോറമിക് സൺറൂഫ്, 14 ഇഞ്ച് സ്ക്രീന്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കാനാ സാർ ഇത് നമ്മൾ വയ്ക്കുന്ന 12,25,000. 12.4 ലക്ഷം ആസ്ക് ചെയ്യുന്നു. ഇപ്പോൾ 2019 ഷാർപ്പ് MG ഹെക്ടറാണ്. ഓക്കെ. ലോൺ ഒരു 11.5 കിട്ടുമോ? 11 വരെ കിട്ടാം. ചാൻസ് കിട്ടും. നമ്മൾ മുമ്പ് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത് 12.5 ലക്ഷം രൂപ പാസ്സാക്കി വെച്ചിരുന്നു. പിന്നെ ആളുടെ ഫാമിലിയിൽ എന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് എന്തോ വന്നപ്പം ഒഴിവായതാണ്. ഓക്കെ. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വാഹനമാണ് ആദ്യം തന്നെ കാണിച്ചത്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. ഒരു ബ്ലാക്ക് ടാറ്റ അൾട്രോസ് ആണ്. ഡാർക്ക് എഡിഷൻ. KL 22 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. 7ാം മാസമാണ് വണ്ടി വരുന്നത്. പെട്രോൾ, ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ XZ+A പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ. പിന്നെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഏതാ ഗിയർ ബോക്സ് വരുക ഓട്ടോമാറ്റിക്കലി? ഇത് DCA. DCAയോ? അത് അൾട്രോസിൽ അങ്ങനെയാണ് വരുന്നത്. DCA. ഓക്കെ. DCT ഇതിന്റെ ഇത് തന്നെ ഡ്യുവൽ ക്ലച്ച് തന്നെയാണ് വരുന്നത്. ഡ്യുവൽ ക്ലച്ച് ഇത് തന്നെ ആയിരിക്കും. അതെ. ഓക്കെ. എന്തായാലും 2022 എത്ര ഓട്ടം പറഞ്ഞേ? 12,000 ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ 2024 7ാം മാസം വരെ വാറണ്ടി ഉണ്ടാവും. ഈ വർഷം 7ാം മാസം വരെ ഉണ്ട് അല്ലേ? കസ്റ്റമർക്ക് വേണം എക്സ്റ്റെൻഡ് ചെയ്യാം. 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമാണ്. ഇതിന് മൈലേജ് ഒരു
11, 13 കണ്ടാൽ മതി. ആ റേഞ്ച് 15 വരെ മാക്സിമം. 15 കിട്ടുമായിരിക്കും. 15 കിട്ടുമോ? അത്രയും ചാൻസ് ഇല്ല. റേഞ്ച്. എന്തായാലും അത്രയും സേഫ്റ്റി വരുന്നൊരു വാഹനമാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എത്ര ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 8,60,000. 2022 എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഡാർക്ക് എഡിഷൻ ആണ്. ഒരു 8 ലക്ഷം ലോൺ കിട്ടും. ഒരു 7.25 ആ റേഞ്ച് 7,000 ലോൺ കിട്ടും. 7.5 വരെയൊക്കെ 7,000 കിട്ടും. അതെ. ഓക്കെ. ₹1 ബസ് എന്തായാലും കാണേണ്ടി വരും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് എന്താ ചെയ്യുക? ക്യാബ്സ് വെച്ചാൽ ഇങ്ങനെയാണ്. സെൽട്ടോസ്, സോണറ്റ് ഇതൊക്കെ ഉണ്ടാവും. KL 12 വയനാട് രജിസ്ട്രേഷനുള്ള സെൽട്ടോസ് ആണ്. വേറൊരു സെൽട്ടോസ് പറഞ്ഞോളൂ. ഇത് 2021 IMT ആണ് വരുന്നത്. പെട്രോളില് സിംഗിൾ ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ഗിയർ മാനുവലി നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെങ്കിൽ ക്ലച്ച് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് വൈപ്പ്, വണ്ടി ഓഫ് ആയി പോകുക കാര്യങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓടിക്കാം. പിന്നെ അടക്കുന്ന പവർ ഡൗൺ ചെയ്യാനോ കൂട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് മാനുവലി ചെയ്യാൻ പറ്റും. ഗിയർ ഉണ്ടാവും. 21 മോഡൽ അല്ല, 9ാം മാസമാണ്. ഈ വർഷം 9ാം മാസത്തെ 3 വർഷമായി. കറക്റ്റ്. അപ്പോൾ വാറണ്ടി ഇപ്പം നിലവിൽ എന്താ? 9 മാസം വരെ വാറണ്ടി ഉണ്ടാവും. 3 വർഷം ഓടുന്നത്. 3 വർഷം ഓടുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ 2 കൊല്ലം കൂടെ? ഇല്ല, ഇവർക്ക് മറ്റേ 3ാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തു പോകണം. ഓക്കെ. അത്രേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എടുത്ത് കൊടുക്കാമല്ലോ. അതിനെന്താ, കസ്റ്റമർക്ക് തന്നെ കമ്പനി കൊണ്ടുപോവാം. കമ്പനി കൊണ്ടുപോയി ഹിസ്റ്ററി എടുത്തിട്ട്. അല്ല, നിങ്ങൾ എടുത്ത് വെക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുന്നില്ല. തരൂലല്ലോ കമ്പനി. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കാവുന്നതാണ്. എത്രയാണ് ഇപ്പോൾ മാസ്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 12,90,000. ഇത് ഓപ്ഷൻ ഏതാ പറഞ്ഞ? ടോപ്പാ? STK പ്ലസ്. അതായത് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ മാതിരി വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല. 360 ക്യാമറ ഉണ്ടാവില്ല. 12,90,000. 12,90,000 രൂപയ്ക്ക് ഈ 2021 STK പ്ലസ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. IMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ലോണൊക്കെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഒരു 11.25-12 അടുത്ത് ലോൺ ചെയ്യാം. ഏകദേശം മാനുവൽ പോലെ തന്നെ ഇതിന് മൈലേജ് കിട്ടൂലേ? മൈലേജ് കിട്ടും. 15 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. മാനുവലിനെക്കാളും ചിലപ്പോൾ ഒരു മൈലേജ് കുറവായിരിക്കും. 15 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ. ഇതാ ഒരു ജീപ്പ് കോമ്പസ് വന്നു. KL 11 രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പർ വരുന്ന വാഹനമാണ്. അതെ. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2019 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും വണ്ടിയിട്ട്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 65,000 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. എന്താ പറയുക, ഒരു പ്രീമിയം കാറ്റഗറിയാണ്. പ്രീമിയം SUV ആണ് സംഭവം ഇത്. ഓക്കെ. ബാക്കി പിന്നെ എന്താ, ടയേഴ്സ് 4 ടയേഴ്സും അത്യാവശ്യം ഒരു 80% ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിനൊക്കെ സർവീസ് കോസ്റ്റ് ഒക്കെ കുറച്ച് കൂടും. പെട്രോൾ ഡീസലിനെ അപേക്ഷിച്ച് പെട്രോൾ വളരെ കുറവായിരിക്കും. എന്നാലും ഒരു 10-12,000 ഒക്കെ കണ്ടതിന് 8 to 10 രൂപ കാണണം എന്തായാലും കണ്ടു വരും. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്ന 15,75,000 ആണ്. 2019 ലിമിറ്റഡ് പ്ലസ് ഓട്ടോമാറ്റിക് വാഹനം. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ. ഓക്കെ. ഒരു 14,000 ലോൺ കയറും. 14,000 ലോണും കയറും. ഈ പ്രാവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മൾ അത്യാവശ്യം ലോൺ കയറുന്ന വണ്ടികളാണ്. ഇത് നിങ്ങൾ ഒരുപാട് ഇവിടുന്ന് വിറ്റ വണ്ടിയാണ്. പെട്രോൾ വിറ്റിട്ടുണ്ട്, ഡീസൽ വിറ്റിട്ടുണ്ട്. പെട്രോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? പെട്രോളിന് ഒരു 13 വരെ മാക്സിമം സ്ട്രൈറ്റ് റോഡ് ആട്ടോ. മാക്സിമം സ്ട്രൈറ്റ് റോഡിൽ 13 വരെ കിട്ടും. ഓക്കെ. മാക്സിമം ഇനി സിറ്റിയിലാണെങ്കിലും ഒരു 10-15 റേഞ്ച് കിട്ടും. 10-15. കിയ കാരൻസ് ആണ് 7 സീറ്റർ വാഹനം. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ഒരു ലക്ഷറി 7 സീറ്റർ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2022 മോഡലാണ്. ലക്ഷറി പ്ലസ് തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. ടോപ്പിനാണല്ലേ? ടോപ്പിന്റെ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. പിന്നെ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വണ്ടി. ആക്സിഡന്റ് നോർമൽ ഓട്ടാണല്ലേ? 22 പറഞ്ഞ മോഡൽ 2022. 25 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ. അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ള വാഹനം. ഏറ്റവും ടോപ്പിന്റെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും 2 വർഷം. എയർ ബാഗ് 8 വരുന്നുണ്ട് ഇതിൽ. 6 വെന്റിലേഷൻ സീറ്റ് വരും. പിന്നെ എല്ലാ സീറ്റിലിരുന്നാലും ചാർജിങ് പോർട്ട് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഒരു ലക്ഷറി ഫീൽ തരുന്ന വാഹനമാണ്. പ്യൂരിഫൈങ് ഉണ്ടാവും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പെട്രോൾ മാനുവൽ അത്യാവശ്യം മൈലേജും ഉണ്ടാവും. പെട്രോൾ മാനുവൽ ആകുമ്പോൾ 15-16 റേഞ്ച് സ്ട്രൈറ്റ് റോഡ് മൈലേജും കിട്ടും. ഓക്കെ. ഹൈവേ ലോങ് ഒക്കെ പോകുമ്പോൾ അത്രയും കിട്ടുന്നുണ്ട്.
എന്തായാലും ഒരു 12 ഉണ്ടാവും ബേസ് ടൗൺ. പിന്നെ ഇതിന്റെ ഏറ്റവും ബാക്കിലത്തെ സീറ്റ് അത്യാവശ്യം ബേബി സീറ്റ് അല്ല. ഞാനത് പറഞ്ഞിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേബി സീറ്റ് അല്ല, ശരിക്കും ഒരാൾ വലിയ, ഞാനൊക്കെ കയറി ഇരുന്നിട്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഒരു വാഹനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ക്ലെയിം ഒന്നുമില്ല, ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് സർവീസ് ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് 15,25,000 ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. 15.25 ലക്ഷം രൂപയ്ക്ക് 2022 ലക്ഷറി പ്ലസ് കിയ കാരൻസ് 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെട്രോൾ വാഹനമാണ്. ഒരു 14 ലോൺ കിട്ടും. 14 ലോൺ കിട്ടും. ഇനിയിപ്പം ഹൈ പ്രൊഫൈലൊക്കെ ആണ് 15 വരെ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ്. വീണ്ടും ഈ ഹൈ പ്രൊഫൈൽ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, ഹൈ പ്രൊഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണക്കാരനാവണം എന്നുള്ളതല്ല. അതല്ല, ബാങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിരിക്കണം, അടവൊന്നും തെറ്റാൻ പാടില്ല, വേറെ നമ്മൾ മുന്നേ ലോൺ എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യം മിനിമം ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു അക്കൗണ്ട് ആയാൽ മതി, വേറെ ഒന്നുമില്ല, വലിയ പൈസക്കാരൊന്നും ആവേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫുൾ ലോൺ വരെ ചിലപ്പോൾ കയറാൻ പറ്റും. ഓക്കെ, അടുത്തൊരു സെൽട്ടോസ് വന്നു. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 മോഡല് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വണ്ടി വരുന്നത്. HTX ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് 21 ഓട്ടോമാറ്റിക് പെട്രോൾ. ഏതാ ഓട്ടോമാറ്റിക് ഏതാ വരുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക് IVT. ഓക്കെ, ഇതിൽ കുറെ സാധനം ഉണ്ടല്ലോ. മറ്റേ ഫുൾ ഓപ്ഷനിലാണ് DCT എന്ന് പറയുന്ന സംഭവം. ഫുൾ ഓപ്ഷനിൽ DCT, IMT, IVT രണ്ടും വരുന്നുണ്ടല്ലോ. IMT വരുന്നുണ്ട്, IVT വരുന്നുണ്ട്. ഇത് IVT, വേരിയബിൾ ട്രാൻസ്മിഷൻ, അതാണ് IVT വരിക. 2021 ഓപ്ഷൻ ഏതാ? HTX ആണ്. ഓക്കെ, HTX സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. മാറ്റം വരുന്ന എയർബാഗിന്റെ എണ്ണം കുറയും, വെന്റിലേഷൻ സീറ്റ് മാറും. ബാക്കി സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 14,90,000 രൂപയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്യാം. 2021 ഓട്ടോമാറ്റിക് വാഹനമാണ്. IVT ഗിയർ ബോക്സ് വരുന്ന സെൽട്ടോസ്. ഒരു 13-13 ലോൺ വരുമോ? മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ഒരു സെൽട്ടോസും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ IMT വൈറ്റ് കാണിച്ച്, ഓട്ടോമാറ്റിക് റെഡ് കാണിച്ച്, ഇനി ബ്ലാക്ക് മാനുവൽ ഉണ്ട്. ഓക്കെ, കിയ സെൽട്ടോസ് KL8 രജിസ്ട്രേഷൻ ആണ്. തൃശ്ശൂർ വണ്ടിയാണ്. ടോപ്പ് എൻഡ് അല്ല, GT ലൈൻ അല്ല, HTX ആണ്. അതിൽ ഡീക്രോം ചെയ്തിട്ടുണ്ടല്ലേ മൊത്തം? ഓക്കെ, പിന്നെ ഇത് 2021 ന്യൂ ഷേപ്പ് നമ്മളെ വരുന്നത് കിയ സെൽട്ടോസ് പെട്രോൾ മാനുവലാണ് വണ്ടി വരുന്നത്. ഓക്കെ, ഒരു 10 to 13-14 മൈലേജ് അല്ല, മാനുവലിലൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഈവൻ ഒരു 16-17 പക്കാ സ്ട്രേറ്റ് റോഡ് കിട്ടാൻ 16-17 എന്തായാലും മൈലേജ്. ഒരു മിനിമം ഒരു 13 എന്തായാലും കിട്ടുമായിരിക്കും. സിറ്റിയിലാണെങ്കിലും ഒരു 13 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്, ആവറേജ് കിട്ടും. 2021 HTX ആണ്. വേറെ ക്ലെയിമോ പരിക്കോ അങ്ങനത്തെ ഒന്നുമില്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മൊത്തം ഡീക്രോം ചെയ്തിട്ടുണ്ട്. ക്രോം ഫിനിഷ് ആണ് വരുന്നത്. ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അവര്. ഓക്കെ, സ്റ്റിക്കറാണ്, നമുക്ക് ഇനി വേണമെങ്കിൽ എടുത്ത് കളയാൻ പറ്റും. സ്റ്റിക്കറാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ഒക്കെ പ്രോപ്പറല്ല? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ മാനുവൽ. വ്യത്യാസം വരാച്ച വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല. അതേപോലെ അലോയ്സ് മാറ്റം വരും. മാറ്റം വരും. സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ കാര്യപ്പെട്ട വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കി സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. പിന്നെ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഫോഗ് ലാമ്പ്, ഡീഫോഗർ ഒക്കെ വരുന്നുണ്ട്. എത്രയാണ് ഇതിപ്പോ ആസ്ക് ചെയ്യുന്നത്? ഇതിപ്പോ 12,65,000. 12,65,000 2021 HTX മാനുവൽ സെൽട്ടോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ് 11,500 കിട്ടുമോ? കിട്ടും. 11,500 റുപ്യ ഫസ്റ്റ് അടിക്കണം. എന്തായാലും കാണേണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടി ഒരു കോമ്പാക്ട് SUV വന്നിരിക്കുകയാണ്. കിയയുടെ സോണറ്റ് ആണ്. KL21 രജിസ്ട്രേഷൻ. തിരുവനന്തപുരം നെടുമങ്ങാടാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഈ രജിസ്ട്രേഷൻ എൻ്റെ അടുത്ത് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത് പറഞ്ഞാണ്, ഇനി ഇത് മറന്നുപോയാൽ എന്നെ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് മറന്നിട്ടില്ല. അതെ, അതുപോലെ കമൻറ്റ് ചെയ്ത് പറഞ്ഞാണ്, അതുകൊണ്ട് മറന്നിട്ടില്ല. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. HTX IMT ആണ് വണ്ടി വരുന്നത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഇതും IMT എന്ന് പറയുന്നത് ഗിയർ ഉണ്ടാവും, ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും, ക്ലച്ച് ഉണ്ടാവില്ല, വണ്ടി ഓഫായി പോകാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഗിയർ നിങ്ങൾക്ക് മാറ്റേണ്ടപ്പോൾ മാറ്റാം. പവർ കൂട്ടം കുറക്കുന്നതനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്യാം, അത്രയേ ഉള്ളൂ.
21 മോഡൽ HTX HTX ആണ്. GT ലൈനിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. തൊട്ട താഴെയുള്ള ഇതിലേക്ക് GT ലൈനിലേക്ക് പോകുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. വെന്റിലേഷൻ സീറ്റിന്റെ ഡിഫറൻസ് തന്നെ വരുന്നുള്ളൂ. ബാക്കി 360 ഇതിന് ഫുൾ ഓപ്ഷനും ഇല്ല, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഓക്കെ. പിന്നെ 20,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2024 10 മാസം വരെ വാറണ്ടി ഉണ്ട്. ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ടാവല്ലോ? മൈലേജ് ഉണ്ട്. ഇതിന് മൈലേജ് ഒരു 15-16 റേഞ്ച് മൈലേജ് ഉണ്ട്. എന്താണ് കിട്ടുന്നുണ്ട്? എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ വില അതൊക്കെ സ്ട്രൈറ്റ് റോഡേ കിട്ടുള്ളൂ. സിറ്റിയിലേക്ക് വരുമ്പോൾ കുറയും. സിറ്റി ടു സ്ട്രൈറ്റ് റോഡ് എത്രയാന്ന് പറഞ്ഞു? സിറ്റി എത്ര ചാൻസ് ഉണ്ട്? സിറ്റിയിലേക്ക് ഏകദേശം 12-13 അത്ര കിട്ടും. 13. 12 to 16 വരെ പറയാം. അതെ അതെ. ഓക്കെ, എത്രയും പാസ് ചെയ്യുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 10,65,000. 10,65 2021 ഓട്ടോമാറ്റിക് IMT HTX Kia Sonet നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ 1 lakh ഇറക്കാൻ പറ്റുമോ? ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് വേണ്ട, എന്തായാലും ഇറക്കാമല്ലോ അല്ലേ? സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടല്ലോ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അടുത്ത SUV ആണ് സ്കോഡയുടെ കുഷാക്കാണ്. KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ വരുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കുഷാക്ക്. അതെ അതെ, പറഞ്ഞോളൂ. ഇത് 2022 മോഡലാണ്. 10 മാസം. പെട്രോൾ ഓട്ടോമാറ്റിക് മോണ്ടെ കാർലോ ആണ് ഓപ്ഷൻ വരുന്നത്. മോണ്ടെ കാർലോണ്. TSI 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ടെർബോ പെട്രോൾ വാഹനമാണ്, ടെർബോ ആണ്. നല്ല പവർ ഉണ്ടാവും, നല്ല പവർ ഉണ്ടാവും. 1 ലിറ്റർ ആണ്. പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 12 to 15 വരെയൊക്കെ മൈലേജ് ഉണ്ട്. 15 വരെ മൈലേജ് ഉണ്ടാവും. 15 റേഞ്ചൊക്കെ മൈലേജും കിട്ടും. മോണ്ടെ കാർലോണ് ഓപ്ഷൻ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 6 എയർ ബാഗ്, പുഷ് ബട്ടൺ എല്ലാം ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇത് ഓരോ മറ്റേ ഇന്റീരിയറിലൊക്കെ ഒരു റെഡ് ഫിനിഷിംഗ് ഉണ്ടാവും. ഓരോ മോണ്ടെ കാർലോയില് ഡോർ പാഡിലും മറ്റേലൊക്കെ ഒരു റെഡ് ഫിനിഷ് ഉണ്ടാവും. പിന്നെ എത്ര പാസ് ചെയ്യുന്നത്? ഇതിപ്പോൾ ചോദിക്കുന്നത് 16,75,000. 16,75 2022 മാനുവൽ പറഞ്ഞത്? ഓട്ടോമാറ്റിക്കാ, സോറി, ഓട്ടോമാറ്റിക് കുഷാക്ക് 1 ലിറ്റർ TSI എഞ്ചിൻ വരുന്ന ഓട്ടോമാറ്റിക് കുഷാക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. ലോൺ ഒരു 15-15 കിട്ടും. ഒരു 85% ലോൺ കിട്ടും. 85 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 1 lakh കാണണം. 1 lakhന്റെ മുകളിൽ 1.5 രൂപ കാണണം. ബസ് 1.5 കാണേണ്ടത്. ബാക്കി ലോൺ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കസ്റ്റമർ വണ്ടിയാണ്, നമുക്ക് എന്തെങ്കിലും റേറ്റ് ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. അല്ല, ഇത് വാറണ്ടി നിങ്ങൾ കൊടുക്കുമോ? അപ്പോൾ നമ്മളെ വാറണ്ടി ഉണ്ടാവില്ല, കമ്പനി വാറണ്ടി ഓൾറെഡി ഉണ്ട്. 2025 26 വരെ ഉണ്ട്. 26 വരെ ഉണ്ടാവും. ഓക്കെ. അടുത്തൊരു പാലക്കാട് രജിസ്ട്രേഷൻ വാഹനമാണ്. നല്ല കിളികളുടെ നാദൊക്കെ കേട്ടി ഞങ്ങളിങ്ങനെ വീഡിയോ ആണ്. അപ്പുറത്തെ വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ട്. ഓക്കെ, നല്ല സുഖമായിട്ട് കേൾക്കാം. രാവിലെ തന്നെ അല്ലേ? ഓക്കെ. ഇതിപ്പോൾ KL 9 പാലക്കാട് രജിസ്ട്രേഷൻ ടാറ്റ സഫാരി 7 സീറ്റർ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരിക. അതിൽ ഗോൾഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട്. ഗോൾഡ് എഡിഷനിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മാതിരി ഗോൾഡ് കളർ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇന്റീരിയറിലും ഉണ്ടാവും. പിന്നെ 4 വെന്റിലേഷൻ സീറ്റ് ഉണ്ട്. അതായത് ബാക്കിലുള്ള സീറ്റും വെന്റിലേഷൻ ആണല്ലേ? അതൊരു ഹൈലൈറ്റ് ആണ്. അത് അധിക വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. വേറൊരു വണ്ടിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു സുഖമാണ്. മുന്നിലത്തെ ആള് മാത്രം അങ്ങനെ സൂക്ഷിച്ച് പോയാൽ പോരാ, പുറകിലത്തെ സൂക്ഷിക്കാം. ഇനി 6 സീറ്റിലേക്കും വരട്ടെ അത്. അപ്പോൾ 2022 ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ തന്നെയല്ലേ? സെയിം ഇത് തന്നെയാണ്. മൈലേജ് അത്യാവശ്യം ഉണ്ടാവുമല്ലോ, 15-16 ഒക്കെ ഉണ്ടാവും. മൈലേജ് 16 റേഞ്ച് മൈലേജും ഉണ്ടാവും. 31,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. 25 വരെ ഉണ്ടോ? 2 വർഷമേ കൊടുക്കുള്ളൂ. 2 വർഷം കൊടുക്കുന്നുള്ളൂ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം നമ്മൾ. ഓക്കെ ഓക്കെ. എന്തായാലും ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഈ ഒരു ഗോൾഡ് ഫിനിഷും ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 7 സീറ്റർ ആണ്. എത്ര കൊടുക്കാം? ഇതിപ്പോൾ കസ്റ്റമർ വണ്ടിയാണ്. അവർ ചോദിക്കുന്നത് 19,75,000 ആണ്. 19.25 ലക്ഷം. 19,75 2022 ഡീസൽ ഓട്ടോമാറ്റിക് ടാറ്റ സഫാരി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഏറ്റവും ടോപ്പ് ഉണ്ട് വാഹനമാണ്. ഗോൾഡ് എഡിഷൻ. മാക്സിമം ലോണും കയറില്ല. ഈ വില നമുക്ക് അവരോട് ചോദിച്ചിട്ട് ഒന്നും കൂടി ചെയ്യാൻ പറ്റും, സംസാരിച്ച് നോക്കാം. പാർട്ടി ടു പാർട്ടി എന്താണോ സംസാരിച്ച് ഡീലാണോ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വരാം. ഹ്യുണ്ടായ് വെർണ വന്നിരിക്കുകയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അതെ, പറഞ്ഞോളൂ. ഇത് 2022 മോഡൽ തന്നെയാണ്. പെട്രോൾ മാനുവൽ ആണ് വണ്ടി. SX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എയർ ബാഗിന്റെ എണ്ണത്തിൽ 2 എയർ ബാഗ് ഉണ്ടാവും, മറ്റേത് 6 ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് ആണ് ഉണ്ടാവുക ഓപ്ഷനിലേക്ക്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 16,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. പെട്രോൾ വാഹനമാണ്, മാനുവൽ. ഒരു 12 മുതൽ 15 ഉള്ളിലൊക്കെ മൈലേജ് ഉണ്ടാവും. അത്രേ കിട്ടൂ. അതിന്റെ മേലെ പറയണ്ട, ഉണ്ടാവോ? ഇല്ല, അത്ര കിട്ടും.
കിട്ടുമോ? അത് കിട്ടും, 16-17 കിട്ടും, സ്ട്രൈറ്റ് റോഡ് കിട്ടും. ഇത് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം പെട്രോള് ന്യൂ ഷേപ്പ് അല്ല, അതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. 2022 SX എത്ര കൊടുക്കാം? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 10,75,000 ആണ്. 10.25 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം അല്ലേ? ഒരു അടിപൊളി പവർ കൂടിയ സഡാൻ വാഹനമാണ്. പവറും നല്ലൊരു ഫീലും ഉണ്ടാവും. ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വേറെ ലെവലാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു വാഹനമാണ്. അപ്പോൾ 10,75,000 രൂപയ്ക്ക് 2022 SX വർണ്ണ പെട്രോൾ. ലോണ് 9-9 കിട്ടും. ലോണ് കിട്ടും, 1-1.5 ഉറുപ്പിന്റെ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കോമ്പാക്ട് SUV, അതിൽ തന്നെ ജീപ്പ്, കുഷാക്ക്, ടൈഗൂണ്, സെൽട്ടോസ്, സോണറ്റ്, MG ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൈൻഡിലേക്ക് ഇവരെ ഓടിയെത്താം. ക്യാപ്സ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ മേലിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് ഇവരുടെ ഷോറൂം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, മേരാക്കാസിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ കാറ് മാക്സിമം വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. അതിന് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ താഴെ കൊടുക്കുന്ന മേരാക്കാസ് നിങ്ങളുടെ കാറ് വിൽക്കാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ലൈക്ക് വരട്ടെ, കമൻറ്റ് വരട്ടെ, ഷെയർസ് പോകട്ടെ, എല്ലാം തന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുക. അതേപോലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണൽ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. മനസ്സേ, താങ്ക്സ്. എല്ലാവർക്കും നന്ദി. ബൈ.